നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ട് നിന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ്റെ ഒരു മേജർ പാർട്ടായിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലേക്ക് വന്നിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് രണ്ട് തരത്തിലാണുള്ളത്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഉണ്ട്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഉണ്ട്. ഓക്കെ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയും. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണ് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആദ്യം ലോങ് ടേമിൻ്റെ പെർസ്പെക്റ്റീവിലാണ് പഠിക്കുന്നത്, അതിനുശേഷം നമുക്ക് ഷോർട്ട് ടേം അതായത് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു ഏകദേശം ഒരു ഇൻട്രോ പോലെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡ് വേർഷനും കുറച്ച് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സും ഒക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്, അതൊക്കെ ഓൾറെഡി നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു. എന്നാലും അതിൻ്റെ കുറച്ച് ഡിസിഷണൽ ഏരിയാസ് എങ്ങനെയാണെന്നൊക്കെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിസിഷണൽ ഏരിയാസ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒന്നുമില്ല. നമുക്കറിയാം, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം കാണും, എന്താണ് ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഷോർട്ട് ടേമും ലോങ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു സംശയം നമുക്ക് വരാം. ലോങ് ടേം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു എന്താണ് ലോങ് ടേം എന്ന് പറയുമ്പോൾ ഒരു ലോങ്ങർ ഇമ്പാക്റ്റ്, അതായത് വർഷങ്ങളോളം നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻസിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾക്ക് വരുന്ന രീതിയിലുള്ള ഡിസിഷൻസിനെയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ ഡിസിഷൻസ് ആണ് ഉള്ളത്? കുറച്ച് എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, ഏതൊക്കെയാണ് ലോങ് ടേം ആയിട്ട് വരിക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ സ്കോപ്പിനുള്ളിൽ വരുന്ന ഡിസിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് മാത്രമല്ല, ഇതിനപ്പുറത്തേക്കും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരുപാട് ഡിസിഷണൽ ഏരിയാസ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പരിധിയിൽ വരും. ഇപ്പോൾ ഇത്രയും ഞാനിപ്പോൾ പറയുന്ന ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ഇതിന് പുറമേ ഒരുപാട് ഡിസിഷൻസ് ഉണ്ട്. പക്ഷെ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല, അത് ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ് ആണ് അല്ലേ. ഓരോ ബിസിനസ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരവരുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. എന്നാലും കോമൺ ആയിട്ട് വരുന്ന ഡിസിഷണൽ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ്, അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ബേസ് ചെയ്തിരിക്കും. അവർ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അങ്ങനത്തെ പ്രോജക്റ്റ് അവർക്ക് വരും, അല്ലെങ്കിൽ വലിയ വലിയ ടെക്സ്റ്റൈൽസ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ പ്രോജക്റ്റുകൾ വരും. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ്. പക്ഷേ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന ഡിസിഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിൽ വരുന്ന ഏരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നൊന്ന് പറയുന്നുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ത്രൂ വിച്ച് എ ബിസിനസ് ഇവാലുവേറ്റ്സ് long-term investment opportunities that involve large amount of capital and significantly influence the future profitability of the firm. Since the main objective of a firm is to maximize the wealth of the shareholders, it must continuously invest in productive asset that either increase its earning capacity or maintaining the efficiency of existing operations. Capital budgeting decisions arise in several important areas which are explained below. നമുക്കറിയാം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാം അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ഇവാലുവേറ്റ് ചെയ്ത് ഏതാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റെപ്പൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. കാരണം നമ്മളത് കൃത്യമായിട്ട് ചെയ്യണം. കാരണം നമ്മുടെ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സാണ് നമ്മുടെ ഫേമിൻ്റെ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി തന്നെ നിശ്ചയിക്കുന്നത്.
കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തില്ല, നമ്മൾ ഏതെങ്കിലും പൊട്ട പ്രോജക്റ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ഫേം എന്തായി പോകും, നഷ്ടത്തിലേക്ക് ഹ്യൂജ് ലോസ് ഒക്കെ നമ്മുടെ ഫേമിന് സംഭവിക്കും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അത്രമാത്രം ശ്രദ്ധ കൊടുത്ത് അത്രമാത്രം നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. കാരണം ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫേമിൻ്റെ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റിയും ഗ്രോത്തിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, നമ്മൾ നല്ല നല്ല പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള അസറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യത്തുള്ളൂ, നമ്മുടെ ഫേമിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇപ്പോഴുള്ള ഫ്യൂച്ചർ ഈ ഒരു ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഫ്യൂച്ചർ ഗ്രോത്തിലേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എന്താണ്, വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് തന്നെ എടുക്കണം. ഇപ്പം ഏതൊക്കെ ഏരിയയിലാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് പ്രധാനമായിട്ടും നമ്മൾ എടുക്കാറുള്ളത്, ഏതൊക്കെ ഡിസിഷൻസിലാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സൊക്കെ കൊണ്ടുവരാറുള്ളത് എന്നുള്ള ആ ഒരു ഏരിയാസിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ലോഞ്ചിങ് ഓഫ് എ ന്യൂ ബിസിനസ്. നമ്മുടെ ബിസിനസ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആവാം, അവർ പുതിയൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, അല്ല നമ്മൾ തന്നെ ഒരു പുതിയ ബിസിനസ്സായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പല ഓപ്ഷൻസ് കാണും. ഏത് ബിസിനസ് തുടങ്ങണം, ഒരു ടെക്സ്റ്റൈൽ തുടങ്ങണോ, ജ്വല്ലറി തുടങ്ങണോ, അങ്ങനെ പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ കാണും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ഏതാണോ പറ്റുന്നതെന്ന് കണ്ടുപിടിക്കണം. ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ നടത്താൻ പോകുന്നത്. ഒരു ലോങ് ടേമിലേക്ക് ഒരു ഇമ്പാക്റ്റ് വരുന്ന ഒരു കാര്യമാണ് ഈ ലോഞ്ചിങ് ഓഫ് ന്യൂ ബിസിനസ്. ഇന്ന് തുടങ്ങി നാളെ അവസാനിപ്പിക്കുന്ന കാര്യമല്ല ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ തുടങ്ങിയാൽ വർഷങ്ങളോളം അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാവും അല്ലേ. സോ അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്, ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് തരുന്ന ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഡിസിഷനാണ്. സോ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഏരിയ. ഒരു പുതിയ ബിസിനസിന്റെ ലോഞ്ച് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷണൽ ഏരിയ ആണ്, അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ സ്കോപ്പിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്കൊന്ന് വായിച്ചിട്ട് പറയാം. When a firm decides to start a completely new business, it must make substantial investment in fixed asset such as land, building, plant and machinery. These investments involve large financial commitments and have long-term consequences for the firm's growth and profitability. Capital budgeting is essential in this area because it helps the firm judge whether entering the new business will generate returns that justify the heavy investment. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ബിസിനസ് ലോഞ്ച് ചെയ്യുമ്പോൾ അവിടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ് ആവശ്യമാണെന്ന് പറയേണ്ട കാര്യം എന്താണ്? നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ്. ഓക്കെ, ഒരു പുതിയ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തോട്ടൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമുക്ക് ആ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ലാൻഡ് ചിലപ്പോൾ മേടിക്കേണ്ടി വരും, അവിടെ ഒരു ബിൽഡിങ് പണിയേണ്ടി വരും, അവിടെ കുറേ പ്ലാന്റ് ഫർണിച്ചർ വാങ്ങിക്കേണ്ടി വരും, മെഷീനറീസ് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നമ്മൾ ആ ഒരു ബിസിനസ് നമ്മുടെ കയ്യിലിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും, എങ്ങനെയാണെങ്കിലും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും നമ്മളവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം, എന്ത് ബിസിനസ് തുടങ്ങണം, നമ്മൾ ഇത്രയൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നടത്തിയിട്ട് നമുക്കൊരു പരിചയമില്ലാത്തൊരു ഏരിയയിൽ പോയി ബിസിനസ് നടത്തിയാൽ ചിലപ്പോൾ നമുക്ക് ഹ്യൂജ് ലോസ് ആയിരിക്കും വരുന്നത് അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പക്കൽ ഒരു 4 പ്രോജക്റ്റ് ആയിരിക്കും നമ്മുടെ മുന്നിലുള്ളത്. ഇതിനകത്ത് ഏത് പ്രോജക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റിപ്പോവും. ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി വയബിൾ ആയിട്ടുള്ളത്, നമുക്ക് കുറച്ചും കൂടി ഫീസിബിൾ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് എ ആയിരിക്കും. നമ്മൾ ഓരോന്നിനും ഓരോ പ്രോജക്റ്റ് എന്നാണല്ലോ പറയുന്നത്, പ്രോജക്റ്റ് എ ആയിരിക്കും. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. അതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ടെക്നിക്സിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ, അവസാനമാണ് നമ്മൾ ടെക്നിക്സ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ
ഒരു ഡിസിഷണൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയ ബിസിനസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതൊരു ലോങ് ടേം ഇമ്പാക്റ്റ് തരുന്ന, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് തരുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ അന്നേരം കൊടുക്കുന്ന നമ്മൾക്കൊരു ലാർജ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ആണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ശരിയായിട്ടുള്ള രീതിയിൽ തീരുമാനമെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോൺസിക്വൻസസ് ആണെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് ആണെങ്കിലും ഒരു ലോങ് ടേം എഫക്റ്റ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഡിസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി വരുന്നത്. സോ നമ്മൾക്ക് ഒരു പുതിയ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ ബിസിനസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റിട്ടേൺസ് തരുന്നുണ്ടോ, നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതിനനുസരിച്ചുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്ത് വേണം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. സോ ഫസ്റ്റ് ഡിസിഷണൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലോഞ്ചിങ് ഓഫ് എ ന്യൂ ബിസിനസ്. സെക്കൻഡ് ഡിസിഷണൽ ഏരിയ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ പരിധിയിൽ വരുന്ന മറ്റൊരു കോമൺ ആയിട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് റീപ്ലേസിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്. ഇപ്പോൾ നിലവിലുള്ള ഒരു അസറ്റിനെ മാറ്റി പുതിയൊരു അസറ്റ് നമ്മൾ കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള സമയത്തും നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റ്, ഇപ്പം അസറ്റ് മാറ്റി പുതിയൊരു അസറ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ മാറ്റി പുതിയൊരു ടേബിൾ വരുന്ന കാര്യമല്ല, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു അസറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, over time, the machinery and equipment used by a business may become outdated due to technological advancement or may lose efficiency because of wear and tear. Replacing such assets become necessary to maintain or improve productivity, quality and cost efficiency. Capital budgeting helps the business evaluate whether replacing an old asset with a new one will be more economical and beneficial in the long run compared to continuing with the existing asset. എന്താണ്? നമുക്കറിയാം മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ ഹോസ്പിറ്റൽസിലാണെങ്കിലും വലിയ വലിയ കമ്പനീസിലാണെങ്കിലും പ്രൊഡക്ഷൻ കമ്പനീസിലൊക്കെ ആണെങ്കിലും ഹ്യൂജ് ഇൻവെസ്റ്റ് വരുന്ന വലിയ വലിയ മെഷീൻസും എക്യുപ്മെൻറ്റ്സ്, ഹോസ്പിറ്റൽസിലാണെങ്കിലൊക്കെ ഒരുപാട് യൂസബിൾ ആയിട്ടുള്ള അൾട്രാ മോഡേൺ ടെക്നിക്സിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമാണ് അല്ലേ? കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്ന് പറയുന്ന പോലെ ഈ മെഷീനറിയുടെ എക്യുപ്മെൻറ്റിൻ്റെ ഒക്കെ കാര്യത്തിൽ വരുന്ന എന്താണ്? ഓരോ സമയം കഴിയും തോറും എന്ത് വന്നുകൊണ്ടിരിക്കും? അഡ്വാൻസ്മെൻറ്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മറ്റേ CRTയുടെ TV ആയിരുന്നു. അത് കഴിഞ്ഞ് എന്ത് വന്നു? LCD വന്നു, പിന്നെ എന്ത് വന്നു? LED വന്നു. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? ഓരോ എക്യുപ്മെൻറ്റും അങ്ങനെയല്ലേ? വീട്ടിലെ ഓരോ എക്യുപ്മെൻ്റ് എടുത്ത് നോക്കിയാലും അങ്ങനെയാണ് മാറ്റങ്ങൾ. പണ്ടത്തെ ഫാനാണോ ഇപ്പോഴത്തെ BLDCയുടെ ഫാനാണ് ഇപ്പോഴല്ലേ റിമോട്ട് കൺട്രോളൊക്കെ ഉള്ള. അപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെയല്ലേ നടക്കുന്നത്. അപ്പോൾ കമ്പനീസിൻ്റെ കാര്യമോ അവർ അപ്ഡേറ്റ് ആയിക്കൊണ്ട്, ഇപ്പം നമ്മൾ ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, മറ്റേ ബാർബർ ഷോപ്പിൻ്റെ കാര്യം കണ്ടിട്ടില്ലേ? കറങ്ങുന്ന കസേരയും ആ ഒരു കാര്യമൊക്കെ കണ്ടിട്ടില്ലേ? അവിടെ എന്ന് വെച്ചാൽ കറങ്ങുന്ന കസേരയും എന്താണ് AC സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ ആൾക്കാർ അതിനകത്തോട്ട് കയറുന്നില്ല. പഴയ രീതിയിലുള്ള തുരുമ്പ് പിടിച്ച കത്രികയൊക്കെയുള്ള കടയിൽ കയറാതെ പുതിയ സെറ്റപ്പിലേക്ക് വന്ന കടയിലാണ് എല്ലാവരും കയറുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കമ്പനീസിൻ്റെയൊക്കെ കാര്യം. ഓരോരോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് അവരും അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ അവരുടെ ബിസിനസ് ഫ്ലോപ്പായി പോകും. അപ്പോൾ അവരതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇപ്പോൾ കുറേ നാളൊരു മെഷീനറിയും എക്യുപ്മെൻറ്റും ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു വർഷം കണ്ടിന്യൂസ്ലി ഒരു സാധനം യൂസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറയും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മൊബൈൽ ഫോൺസ് ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര എന്താണ് ചാർജിങ് കപ്പാസിറ്റി ഒക്കെ ആയിരുന്നു. എത്ര നേരം യൂസ് ചെയ്താലും ചാർജ് ചെയ്യത്തില്ല. ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായി മാറും? ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു 20% ചാർജൊക്കെ അങ്ങ് തീർന്ന് അപ്പോൾ എന്താണ് അതിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരികയാണ്. അത് കുറേ നാളാകുമ്പോൾ ഒട്ടും ചാർജ് ചെയ്യത്തില്ല. അരമണിക്കൂർ കൊണ്ട് തന്നെ ചാർജൊക്കെ തീർന്ന് ഓഫ് ആവാറാവും. അപ്പോൾ എന്താണ് അത് റീപ്ലേസ് ചെയ്യാനുള്ള സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഊറ്റി തീർത്തു. ഇനി അത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വരും. അത് തന്നെയാണ് കമ്പനിയുടെ കാര്യത്തിലും മെഷീനറിയുടെ കാര്യത്തിലും എക്യുപ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ വരുന്നത്.
യൂസ് ചെയ്തതിനനുസരിച്ച് അതിൻ്റെ എഫിഷ്യൻസി കുറയും, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വരുമ്പോൾ അതിനനുസരിച്ച് അഡ്വാൻസ്മെൻ്റ് ആയിട്ട് വരേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ മെഷീനറിയും എക്യുപ്മെൻറ്റും ഒക്കെ മാറ്റേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ വരും. കമ്പനിയുടെ കയ്യിലെന്ന് പറയുന്നത് ഇരിക്കുന്നത് ഹ്യൂജ് വാല്യൂ ഉള്ള മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ആയിരിക്കും. ഇത് ഒരെണ്ണമൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു 10 മെഷീൻസോ 20 മെഷീൻസോ ഒക്കെ ഒറ്റയടിക്ക് മാറ്റേണ്ടി. അപ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യം വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു തീരുമാനത്തിലെത്താൻ. നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഈ ഒരു റീപ്ലേസ്മെൻറ്റ് ഓഫ് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റിനെ മാറ്റി പുതിയ അസറ്റ് കൊണ്ടുവന്നാൽ അത് നമുക്ക് കൂടുതൽ എക്കണോമിക്കലാവോ, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കിട്ടുമോ, നമുക്ക് എത്ര നാളുകൊണ്ട് അതിൻ്റെ റിട്ടേൺസ് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും, അതോ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റ് വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണോ കൂടുതൽ നല്ലത് എന്നൊക്കെയുള്ളത് തീരുമാനിക്കാൻ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. കാരണം ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് വരുന്നത്, ഇപ്പം ഒരു കാര്യമില്ലാതെ നമ്മൾ കുറേ പഴയ മെഷീനറോ ഇതൊക്കെ പഴയതായി കാണാൻ തന്നെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പുതിയ മെഷീൻസ് വാങ്ങിച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് പ്രൊഡക്ഷനൊന്നും കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ എല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു റീപ്ലേസ്മെൻറ്റ് നടത്താൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ, നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ, ഒരു ലോങ് റണ്ണിലേക്ക് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്നൊക്കെ ഉള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഡിസിഷണൽ ഏരിയയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് റീപ്ലേസ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്. ഇപ്പോൾ 2 നമ്മൾ പറഞ്ഞു അല്ലേ. മൂന്നാമത്തേതാണ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. എന്താണ് എക്സ്പാൻഷൻ? കുറച്ചും കൂടി വിപുലീകരിക്കുക. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, പണ്ട് ഒരു മുറി കടയിലൊക്കെ തുടങ്ങിയവർ ഇപ്പോൾ ഒരു 2 ബിൽഡിംഗ്, ഒരു 2 നില കെട്ടിടത്തിലേക്കൊക്കെ മാറി. അങ്ങനെയൊക്കെയുള്ള കാരണം എന്താണ്, അവർ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയാവുന്നവർ, അവർ ബിസിനസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് വേണം, ബിസിനസ് കുറച്ചും കൂടി വിപുലീകരിക്കണം. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിലും നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഡിസിഷൻസ് എടുക്കാൻ. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ വരുന്ന സമയത്ത് a firm may experience increased demand for its products or services requiring expansion of production capacity to serve large market. Expansion involves investment in additional machinery, building, technology or workforce. Capital budgeting evaluates whether expanding operations will lead to sufficient additional revenue and profits to justify extra capital investment and whether the expansion aligns with long-term business goals. എന്താണ്, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ബിസിനസ് തുടങ്ങി കുറേ നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനും നമ്മുടെ സർവീസിനും ഒക്കെ നല്ല മാർക്കറ്റ് ഉണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങി നമുക്ക് കുറച്ചപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഇപ്പോൾ നമ്മുടെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി നമ്മുടെ ബിസിനസ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ കുറേ കൂടി കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പാൻഷന് വേണ്ടി തീരുമാനിക്കണം. അപ്പോൾ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇപ്പം ട്രിവാൻഡ്രത്ത് ഒരെണ്ണമുണ്ടെങ്കിൽ നമുക്ക് കൊല്ലത്തും കൂടി ഒരു ബ്രാഞ്ച് തുടങ്ങാം. കാരണം കൊല്ലത്തുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. സോ കൊല്ലത്തൊരു ബ്രാഞ്ച് തുടങ്ങുവാണെങ്കിൽ കുറച്ചും കൂടി ഫീസിബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നുകിൽ കൊല്ലത്തൊരു ബ്രാഞ്ച് തുടങ്ങി, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളത് തന്നെ ഇപ്പം നമ്മൾ ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മുകളിലേക്ക് 2-3 ഫ്ലോറും കൂടിയൊക്കെ കെട്ടി ഒന്നും കൂടി വിപുലീകരിക്കാം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും, വെദർ പുതിയ ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ബിൽഡിംഗ് തന്നെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുണ്ട്. എന്ത് വേണം, പുതിയ ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ പുതിയ ലാൻഡിലേക്ക് അവിടെ ബിൽഡിംഗ് ആവശ്യമായിട്ടുണ്ട്, പുതിയ ടെക്നോളജീസ് വേണം, കുറേ കൂടി എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്യണം. ഇവിടെ ആണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും എന്താണ്, ഇപ്പോൾ വേറൊരു ബിൽഡിങ് മേലേക്ക് കെട്ടണമെങ്കിൽ അതിന് കാശ് ആവശ്യമായിട്ടുണ്ട്, അവിടത്തേക്ക് മെഷീനറീസ് മേടിച്ച് വെക്കണം, അവിടെ പുതിയ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യണം ഇല്ലേ. അപ്പം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് മാത്രമല്ല ഒരു ലോങ് ടേമിലേക്ക് നമ്മുടെ ബിസിനസ്സിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യവും കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇവാലുവേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളിങ്ങനെ നമ്മുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്കതൊരു അഡീഷണൽ റവന്യൂ ഉണ്ടാക്കി തരുമോ,
നമ്മളിപ്പോൾ ഈ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു അഡീഷണൽ പ്രോഫിറ്റ് ഇതിനകത്ത് നിന്ന് കിട്ടുമോ, നമ്മുടെ ഈ എക്സ്പാൻഷൻ നമ്മുടെ ബിസിനസ് ഗോളുമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അതോ ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ നടത്തിയാൽ നമുക്കിനി പ്രോഫിറ്റ് കിട്ടാതെ വന്ന് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രോഫിറ്റ് കിട്ടാതെ നമ്മൾ ഒരു ഹ്യൂജ് ലോസിൽ ഉള്ള ബിസിനസ്സും കൂടി തകർന്നു പോവുമോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. എത്ര നാളുകൊണ്ട് നമുക്ക് ഇപ്പം നടത്തുന്ന ഈ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്കൊരു അഡീഷണൽ റവന്യൂ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പോയേ മതിയാവും. അങ്ങനെ പോയിട്ട് വേണം ഈ ബിസിനസ് ഓപ്പറേഷൻ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഡിസിഷണൽ ഏരിയ ആണ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. താങ്ക് യു സോ മച്ച്.